നമസ്കാരം. ലോകത്തെ ഇന്നത്തെ രൂപത്തിലേക്ക് മാറ്റം വരുത്തിയ ചരിത്രങ്ങളെപ്പറ്റി ആഴത്തിലുള്ള കഥകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുന്ന, അതോടൊപ്പം ധാരാളം അറിവുകളും പകരുന്ന ഫാക്ട് റിവീൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മോഡേൺ ഓസ്ട്രേലിയയുടെ ശക്തവും നാടകീയവും ഹൃദയഭേദവുമായ ചരിത്രത്തിലേക്ക് നമ്മൾ ഊളിയിടുകയാണ്. ബ്രിട്ടീഷുകാരുടെ വരവ് മുതൽ ലോകത്തെ ഏറ്റവും വാസയോഗ്യമായ രാജ്യങ്ങളിലൊന്നായി മാറിയതുവരെയുള്ള ഒരു ഭൂഖണ്ഡത്തിൻ്റെ ചരിത്രത്തിലേക്ക്. ഓസ്ട്രേലിയ എന്ന ഭൂഖണ്ഡം ആദ്യമായി ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് 1700കളുടെ പകുതിക്ക് ശേഷം ഡച്ച് പര്യവേഷകർ ഓസ്ട്രേലിയയുടെ തെക്ക് പടിഞ്ഞാറൻ തീരങ്ങളിലെത്തുകയും തുടർന്ന് ആ പ്രദേശങ്ങൾക്ക് ന്യൂ ഹോളണ്ട് എന്ന് നാമകരണം ചെയ്തു കഴിഞ്ഞപ്പോഴാണ്. അതിനുശേഷം 1770 ഏപ്രിൽ 29 ബ്രിട്ടീഷ് പര്യവേഷകനായ ജെയിംസ് കുക്ക് ഓസ്ട്രേലിയയുടെ കിഴക്കൻ തീരത്തുള്ള ബോട്ടണി ബേ, ഇന്നത്തെ സിഡ്നിയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തു. അവിടെ നിന്ന് തീരപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ന്യൂ സൗത്ത് വെയിൽസ് എന്ന പേര് നൽകി അവിടം ബ്രിട്ടൻ്റെ കീഴിലാണെന്ന് പ്രഖ്യാപിച്ചു. 1780 കാലഘട്ടം ആയപ്പോഴേക്കും ബ്രിട്ടനിലെ തടവറകൾ കുറ്റവാളികളെ കൊണ്ട് നിറഞ്ഞു കവിയുന്ന അവസ്ഥയിലെത്തി. അതിൻ്റെ പ്രധാന കാരണം അമേരിക്കൻ വിപ്ലവങ്ങളെ തുടർന്ന് അവിടുത്തെ ജയിലുകളിലേക്ക് തടവുപുള്ളികളെ അയക്കാൻ പറ്റാത്തതായിരുന്നു. അതിനെ തുടർന്ന് ജെയിംസ് കുക്ക് ബ്രിട്ടൻ്റേതായി പ്രഖ്യാപിച്ച ഓസ്ട്രേലിയയുടെ ഭാഗങ്ങളിലേക്ക് തടവുകാരെ അയക്കാൻ തീരുമാനിച്ചു. അതുവഴി ഇത്രയധികം ദൂരം താണ്ടി അവർ ബ്രിട്ടനിലേക്ക് തിരിച്ചു വരില്ല എന്നത് മാത്രമായിരുന്നില്ല ലക്ഷ്യം. പുതിയ കോളനി അവിടെ സ്ഥാപിക്കുക, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുക, പസഫിക് ഏരിയയിൽ ബ്രിട്ടീഷ് സാന്നിധ്യം ശക്തിപ്പെടുത്തുക എന്നതുകൂടിയായിരുന്നു. വർഷം 1788 ജനുവരി 26. ദ ഫസ്റ്റ് ഫ്ലീറ്റ് എന്നറിയപ്പെടുന്ന 730 തടവുകാരെയും വഹിച്ചുള്ള 11 കപ്പലുകൾ ക്യാപ്റ്റൻ ആർതർ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ സിഡ്നി തീരത്തെടുത്തു. 65,000 വർഷങ്ങളോളം അവിടെ സ്വൈരജീവിതം നയിച്ചു പോന്നിരുന്ന അബോറിജിനൽസിൻ്റെയും ടോറസ് സ്ട്രൈറ്റ് ഐലൻഡേഴ്സിൻ്റെയും ഇടയിലേക്കുള്ള ഒരു കടന്നുകയറ്റം കൂടിയായിരുന്നു അത്. എന്നാൽ ബ്രിട്ടീഷ് ഭാഷ്യത്തിൽ ഓസ്ട്രേലിയ ഒരു നോമാൻസ് ലാൻഡ് മാത്രമായിരുന്നു. 1788 1868 ഇടയിലുള്ള കാലഘട്ടത്തിൽ കുറ്റവാളികളെയും വഹിച്ചുകൊണ്ടുള്ള ധാരാളം കപ്പലുകൾ ഓസ്ട്രേലിയൻ തീരങ്ങളിലെടുത്തു. വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ 1868 വന്ന ഹോഗോ മൗണ്ട് എന്ന കപ്പലായിരുന്നു അവസാനത്തേത്. കുറ്റവാളികളായ ഭൂഖണ്ഡത്തിൽ എത്തിയവർ കാലക്രമേണ സ്വതന്ത്രരാവുകയും അവരിൽ പലരും കോളനിവൽക്കരണം വ്യാപിപ്പിക്കുന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ചെയ്തു. എന്നാൽ ബ്രിട്ടനിലേക്ക് മടങ്ങാൻ സാധിക്കാതിരുന്നതിനാൽ ഓസ്ട്രേലിയ അവരുടെ സ്വന്തം മണ്ണായി കരുതി അവിടെ തന്നെ ജീവിതം കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമങ്ങളും അവരാരംഭിച്ചു. പിന്നീട് ഈ വിഭാഗം തദ്ദേശീയരുടെ ഭൂമി കയ്യേറുകയും ബലപ്രയോഗത്തിലൂടെ അവരെ കുടിയിറക്കുകയും ചെയ്തു. എതിർക്കാൻ ശ്രമിച്ചവരെ പട്ടാള റെയ്ഡുകളിലൂടെയും കൂട്ടക്കുരുതികളിലൂടെയും ഒഴിവാക്കി. ജനിച്ച മണ്ണും സ്വന്തം സംസ്കാരവും അവർക്ക് നഷ്ടമായി. ക്രൂര പീഡനങ്ങൾക്കിരയാകേണ്ടി വന്നു. സ്വന്തം മണ്ണിൽ നിന്ന് അവർ കുടിയിറക്കപ്പെട്ടു. ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലുള്ള ഗവർണർമാരാണ് ഓരോ ഏരിയയുടെയും ഭരണകാര്യങ്ങളും നിയമനിർമ്മാണങ്ങളും നടത്തിയിരുന്നത്. കാലക്രമേണ തദ്ദേശീയമായ ഭരണ സംവിധാനങ്ങൾ രൂപപ്പെട്ടു വന്നു തുടങ്ങി. 1901 ജനുവരി 1 6 ബ്രിട്ടീഷ് കോളനികൾ ഒരുമിച്ച് ചേർന്ന് കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയ രൂപം കൊണ്ടു. സ്വയംഭരണത്തിലേക്കുള്ള ശക്തമായ ഒരു ചുവടുവെപ്പായിരുന്നു അത്. പക്ഷേ തദ്ദേശീയരായ ജനവിഭാഗത്തെ സെൻസസിൽ നിന്ന് ഒഴിവാക്കി. വോട്ട് ചെയ്യാനുള്ള അവകാശം ഒരു ചെറിയ ജനവിഭാഗത്തിലേക്ക് പരിമിതപ്പെടുത്തി. നോൺ യൂറോപ്യൻ മൈഗ്രൻസിനെ അകറ്റി നിർത്തുക എന്നതായിരുന്നു പ്രധാന അജണ്ടകളിലൊന്ന്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ്റെ തോളോട് തോൾ ചേർന്ന് ഓസ്ട്രേലിയ പോരാടി. ഓട്ടോമൻ എംപയറിനെതിരായി 1915 ഗാലിപ്പൊളി ക്യാമ്പയിൻ്റെ ഭാഗമായി 8700-ലധികം സൈനികരെ നഷ്ടമായെങ്കിലും ഓസ്ട്രേലിയൻ ഐഡൻറ്റിറ്റി എന്ന വികാരം അവരിൽ ശക്തമായി. സ്വയംഭരണത്തിനായുള്ള മുറവിളികളും ഉയർന്നു. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രേലിയ അതിൻ്റെ വാതിലുകൾ കുടിയേറ്റക്കാർക്കായി തുറന്നുകൊടുത്തു. മൾട്ടി കൾച്ചറൽ നേഷൻ എന്ന ട്രാൻസ്ഫോർമേഷൻ അവിടെ തുടങ്ങുകയായി. പക്ഷേ പ്രധാനമായും പരിഗണിച്ചത് വെള്ളക്കാരായ യൂറോപ്യന്മാരെ തന്നെയായിരുന്നു. സർ റോബർട്ട് മാൻസി പ്രധാനമന്ത്രിയായുള്ള 1949 മുതൽ 1966 വരെയുള്ള 17 വർഷക്കാലം കൊണ്ട് രാജ്യം സാമ്പത്തികമായ ശക്തി പ്രാപിച്ചു. സ്വർണ്ണ നിക്ഷേപവും പ്രകൃതി സമ്പത്തും പരമാവധി പ്രയോജനപ്പെടുത്തി. നഗരങ്ങൾ വളർന്നു. 1967 നടന്ന നാഷണൽ റഫറണ്ടത്തിൽ അബോറിജിനൽസിനെ സെൻസസിൽ ഉൾപ്പെടുത്താനുള്ള തീരുമാനം കൈക്കൊണ്ടതോടൊപ്പം അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വോട്ട് ചെയ്യാനുള്ള അവകാശവും നൽകപ്പെട്ടു. 1992 മാബോ ഡിസിഷനിലൂടെ ഓസ്ട്രേലിയ ഒരു നോമാൻസ് ലാൻഡ് ആയിരുന്നില്ലെന്നും തദ്ദേശീയർക്ക് നിയമപരമായ എല്ലാ പരിരക്ഷകൾ നൽകാനും ഉള്ള ധാരാളം പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇമിഗ്രേഷൻ പോളിസി, ഇൻഫ്ലേഷൻ, ഫസ്റ്റ് നേഷൻ ജസ്റ്റിസ് തുടങ്ങി ധാരാളം വെല്ലുവിളികളെ തരണം ചെയ്ത്
ഓസ്ട്രേലിയ ഇന്ന് ആരും കുടിയേറാൻ കൊതിക്കുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുന്നു. ടാസ്മാനിയ അടക്കം 8 സ്റ്റേറ്റുകളാണ് ഇന്ന് ഓസ്ട്രേലിയക്കുള്ളത്. സിഡ്നി തലസ്ഥാനമായുള്ള ന്യൂ സൗത്ത് വെയിൽസ്, മെൽബൺ തലസ്ഥാനമായുള്ള വിക്ടോറിയ, ബ്രിസ്ബെയിൻ തലസ്ഥാനമായുള്ള ക്യൂൻസ്ലൻഡ്, പെർത്ത് തലസ്ഥാനമായുള്ള വെസ്റ്റേൺ ഓസ്ട്രേലിയ, അഡലേഡ് തലസ്ഥാനമായുള്ള സൗത്ത് ഓസ്ട്രേലിയ, ക്യാൻബറ തലസ്ഥാനമായുള്ള ഓസ്ട്രേലിയൻ ക്യാപിറ്റൽ ടെറിട്ടറി, ഹൊബാർട്ട് തലസ്ഥാനമായുള്ള ടാസ്മാനിയ, ഡാർവിൻ തലസ്ഥാനമായുള്ള നോർത്തേൺ ടെറിട്ടറി എന്നിവയാണവ. ഗ്രോസ് സ്റ്റേറ്റ് പ്രൊഡക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ന്യൂ സൗത്ത് വെയിൽസ് ആണ് റിച്ചസ്റ്റ് എങ്കിലും പെർ ക്യാപിറ്റ ബേസിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയാണ് മുൻപിൽ. സ്കിൽഡ് വർക്കേഴ്സിന് ഓസ്ട്രേലിയയിൽ എത്താനുള്ള ധാരാളം വിസ ഓപ്ഷൻസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. 189, 190, 491 എന്നിവ ചില PR വിസ ഓപ്ഷനുകളാണ്. എംപ്ലോയർ സ്പോൺസർ ചെയ്യുന്ന 186 വിസയാണ് മറ്റൊരു PR വിസ ഓപ്ഷൻ. ധാരാളം മറ്റു വിസകളും അവൈലബിൾ ആണ്. മലയാളികൾ അടക്കം ധാരാളം പേർ വർഷങ്ങൾ നീണ്ട പരിശ്രമങ്ങൾക്കൊടുവിൽ ആ വാഗ്ദത്ത ഭൂമിയിൽ ജീവിതം കരുപ്പിടിപ്പിക്കുന്നു. 1788 മുതൽ ഇന്നുവരെയുള്ള ഓസ്ട്രേലിയയുടെ ചരിത്രം ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിലുള്ളത് തന്നെയാണ്. അതെ, ആ രാജ്യം ഇന്നും വളർന്നുകൊണ്ടേയിരിക്കുന്നു, മറ്റു ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുപടി പിന്നിലാക്കിക്കൊണ്ട്.